എന്റെ കുട്ടിയെ എന്നെ ഒന്ന് സഹായിക്കൂ. എന്താച്ചാ, എന്താ പറ്റിയത്? എനിക്ക് തീരെ സുഖമല്ല. ആശുപത്രി പോവാനാണെങ്കിൽ കയ്യില് കാശൊന്നുമില്ല. ഓ, അതാണ് കാര്യം. അച്ഛൻ പേടിക്കണ്ട കേട്ടോ. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. അച്ഛനിത് വെച്ചോളൂ. എന്റെ കുട്ടിയെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. പണിയെടുത്തുങ്കപ്പ കട്ടൻ കുടിച്ച കാലം, പള്ള നിറയ്ക്കാൻ വഴിയിലകന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റിയ രീതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിയുമെന്നു ഞാൻ. എല്ലുമുറിയ പണിയെടുത്തുങ്കപ്പ കട്ടൻ കുടിച്ച കാലം, പള്ള നിറയ്ക്കാൻ വഴിയിലകന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റിയ രീതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിയുമെന്നു ഞാൻ. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നട്ടോട്ടമോടിടുമ്പോൾ ഇന്ന വലിച്ചെന്റെ കയ്യിൽ നാടുവും തളർത്തിയ നോട്ട വണ്ടി. ഏട്ടാ, ഏട്ടാ. ആ, എന്താ പറയ്. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. മോളുടെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു. ഈ മാസം കൂടെ ഫീസ് കൊടുത്തിട്ടില്ലെങ്കിൽ തുടർന്ന് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മോൻ്റെ സ്കൂളും തുടങ്ങുകയല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങണം. എത്ര നാളായി ഏട്ടൻ ജോലിക്ക് പോയിട്ട്? ഇനി നമ്മൾ എന്താ ചെയ്യുക? ഞാനെന്ത് ചെയ്യാനാടി? ഓട്ടോറിക്ഷ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലാണെന്ന് നിനക്കറിയില്ലേ? എനിക്കാണെങ്കിൽ വേറൊരു തൊഴിലും അറിയില്ല.
ഇനിയും ഈ അവസ്ഥ തുടർന്ന നമ്മൾ എന്തു ചെയ്യും ഏട്ടാ? നമ്മുടെ മക്കൾ ഏയ്, ഇവിടെ ആരുമില്ലേ? എവിടെ പോയി എല്ലാരും? ആ വാടാ, കയറിയിരിക്കേ. എല്ലാവരും ഉണ്ടല്ലോ. വരൂ വരൂ, ഇരിക്കേ. ഇല്ലടാ, ഞങ്ങൾ ഇരിക്കുന്നില്ല. ഞങ്ങൾ നിന്നെ കാണാൻ വന്നതാ. നിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയാം. ഇത് ഇവിടെ തരാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എല്ലാവരുടെയും അവസ്ഥ വളരെ മോശമാണ്. എങ്കിലും കുഴപ്പമില്ല. ഇതുകൊണ്ട് തൽക്കാലം നിന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. ശരിയടാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഉം. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. കേരളത്തിൽ അനിശ്ചിതകാലമായി നടത്തിവന്ന ഓട്ടോ ടാക്സി സമരം പിൻവലിച്ചതായി ഓട്ടോ തൊഴിലാളി യൂണിയൻ അറിയിച്ചു. എടിയേ എടിയേ, ഓ. വാർത്ത കേട്ടില്ലേ? സമരം പിൻവലിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ശരി ഏട്ടാ, പോയിട്ട് വരൂ. റോഡുകളിൽ പാതിരയിൽ പൗർണമിയാണേ. പ്രശ്നമുണ്ടായാൽ ഭീകരനാണേ. കൊച്ചി രാജാ ഒച്ചയിട്ടാൽ അച്ചക്കടാണേ. മീറ്റർ വേണ്ട, മിന്നായം വേണ്ട, ഈസിമാരെ ഫ്യൂസൂരല്ലേ. പെട്രോൾ ബങ്കിൽ ക്യൂ നിൽക്കാറില്ല. ഊകിപ്പായും പുഷ്പല്ലാണേ. ഈ ബ്രേക്ക് പൊട്ടിയ നാട്ടിൽ ബെല്ലൊടിഞ്ഞൊരു ലൈഫിൽ ഈ പട്ടണത്തിൽ പെട്ടുചുഴി ചുറ്റി വരും പെൺകളും അർത്ഥങ്ങളയായി കൂട്ടുവരാവേ. കൊട്ടാരം ഞെട്ടും ഓട്ടോ ഇത്, കൊച്ചിയിലെ സൈലൻ ഓട്ടോ ഇത്. കൊട്ടാരം ഞെട്ടും ഓട്ടോ ഇത്, കൊച്ചിയിലെ സൈലൻ ഓട്ടോ ഇത്. അമ്മച്ചിമാരെ ചുമ്മാ നിൽക്കാതെ അമ്പലത്തിൽ കൊണ്ടുവിടാൻ തൊഴുതു വന്നാട്ടെ. ഗർഭിണിമാരെ ഞങ്ങാമോ
ഓട്ടോറിക്ഷ സാധാരണക്കാരന്റെ രഥം എന്നാണല്ലോ പറയാറ്. ത്യാഗത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കഥകളുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമുക്ക് ചുറ്റും എന്നും ഉണ്ടാവട്ടെ. എന്നും എപ്പോഴും സമാധാനത്തോടെയും സന്തോഷത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒത്തൊരുമിച്ച് പോകാൻ ഈ സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രം ഞങ്ങൾ ആശംസിക്കുന്നു.